ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരാഴ്ചയായി നീണ്ടു നിൽക്കുന്ന അപ്രഖ്യാപിത യുദ്ധം ഏതായാലും അവസാനിക്കുകയാണ് എന്നുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു രാത്രി മുഴുവൻ നടത്തിയ ചർച്ചയെ തുടർന്ന് രണ്ടുപേരും വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു. അവർ കോമൺ സെൻസും അതുപോലെ തന്നെ അവർ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേക്കുറിച്ച് തൻ്റെ എക്സിൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ്. ഒരുപക്ഷെ ഇതൊരു ഡിക്ലയേർഡ് പ്രഖ്യാപിത യുദ്ധത്തിലേക്ക് പോയാൽ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിന്നേക്കാം. ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനെയും GDP-യുടെ കാര്യത്തിൽ സാമ്പത്തിക രംഗത്ത് ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഒരുപാട് പേരുടെ മനുഷ്യജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഇത് പോകുമായിരുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് കേൾക്കുന്നത്. ഇതിനിടയിൽ ഇത് തുടങ്ങി വെച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ ഒരാഴ്ചയുടെ മുമ്പ് ഭീകരാക്രമണം നടത്തുകയും 26 ടൂറിസ്റ്റുകളെ ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ 9 ഭീകര കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നടത്തിയത്. ഇതേ തുടർന്ന് ഭീകര നേതാക്കളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു. ഇതേ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. അതിനെതിരെ അതിശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിയത്. ഇതേ തുടർന്ന് പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ, സേനാ താവളങ്ങൾ, റാവൽപിണ്ടിയിൽ അടക്കം പ്രമുഖ സ്ഥാനങ്ങളെല്ലാം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. അതിനിടയിലാണ് ഇപ്പോൾ വെടിനിർത്തലിൻ്റെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംഭവിക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുണ്ടായാൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ കഴിയും. പക്ഷെ അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ വെടിനിർത്തലിനെ കാണേണ്ടത്. എന്തായാലും അമേരിക്കയും സൗദി അറേബ്യയും മധ്യസ്ഥരായി രംഗത്തുണ്ടായിരുന്നു. അമേരിക്കയുടെ ഇടപെടൽ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്ന് തന്നെ പറയാം. അമേരിക്ക നേരത്തെ പാകിസ്ഥാൻ്റെ സഖ്യകക്ഷിയായിരുന്നു. ഇത്തവണ അമേരിക്ക അനുകൂലിക്കുന്ന ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ വഴിയില്ലായിരുന്നു. ചൈനയും വേണ്ട പോലെ പാകിസ്ഥാന് പിന്തുണ നൽകിയിരുന്നില്ല.